നേരം പുലർന്നപ്പോൾ വലിയ വലിയ എലിക്കൂട്ടങ്ങൾ നഗരവീഥിയിലൂടെ കടന്നുപോയി. ഒക്കെ പാടത്തേക്കാണ് നീങ്ങിയിരുന്നത്. അവർ മരണത്തെ മണത്തറിഞ്ഞു കഴിഞ്ഞിരുന്നു. കറുത്തതും ചാരനിറത്തതുമായ ആയിരമായിരം എലികൾ. ഭയമുളവാക്കുന്ന ആ കാഴ്ച അവിടെയുള്ളവർ പരിഭ്രമത്തോടെ നോക്കി നിന്നു. അവർ ചുമരിൽ ചാരി അമർന്നു നിന്നു. എലിക്കൂട്ടങ്ങൾ ഒന്നൊഴിയാതെ കൺമുമ്പിൽ നിന്നും മറഞ്ഞതും വിമാനങ്ങൾ പറന്നെത്തി ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ വീടുകളും നിലവറകളും ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയായത് കല്ലുകളുടെയും കുമ്മായങ്ങളുടെയും കൂമ്പാരങ്ങൾ മാത്രം. സ്റ്റാലിൻഗ്രാഡിൽ എണ്ണിത്തീർക്കാനാവാത്ത വിധം ജനങ്ങൾ കൊല്ലപ്പെട്ടു. കുതിരകൾക്ക് ഭയമില്ലാതായി. സാധാരണഗതിയിൽ കുതിരകൾക്ക് ശവശരീരങ്ങളെ പേടിയാണ്. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അരികെ ഒരിക്കലും ഒരു കുതിര നിൽക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആളുകളുടെ മൃതദേഹങ്ങൾ വാരിക്കൂട്ടി. പക്ഷെ അക്കൂട്ടത്തിൽ എല്ലായിടത്തും ജർമ്മൻ ശരീരങ്ങളും ഉണ്ടായിരുന്നു, തണുത്തു മരവിച്ച്. ഞാൻ ഡ്രൈവറായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരിടത്തേക്ക് തോക്കുകളും പീരങ്കികളുമൊക്കെ എത്തിക്കുന്ന പണി. വണ്ടി ഓടിക്കവേ വഴിയിൽ കിടക്കുന്ന ജർമ്മൻ തലയോടുകൾ ചക്രങ്ങൾ കയറി ഞെരിഞ്ഞമരുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. തലയോടുകൾ, എല്ലുകൾ എല്ലാം തകർന്നു. എനിക്കും സന്തോഷം തോന്നി. ശരിയാണ്, നമ്മൾ വിജയത്തിന് വേണ്ടി കനത്ത വില കൊടുത്തു. എന്നാലും നിങ്ങൾ ധീരതയുടെ മാതൃകകൾ കാണണം. അങ്ങനെയുള്ളത് നൂറുകണക്കിനുണ്ട്. എന്നാൽ നിങ്ങൾ എടുത്തു കാട്ടുന്നത് യുദ്ധത്തിലെ ചെടിയും മാലിന്യങ്ങളുമാണ്. അടിത്തട്ടിലുള്ള ചേറ് കലർന്ന വെള്ളം. നമ്മുടെ വിജയത്തെ നിങ്ങൾ ഭയാനകമാക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. നിങ്ങൾ എന്തിൻ്റെ പിറകെയാണ്?